സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറിയാൽ പോലും അത് ഡീലിൻ്റെ ഭാഗമേ അല്ല. അത് ഇറാൻ്റെ ലോങ് ടേം ഒബ്ലിഗേഷനായി അമേരിക്ക എണ്ണുകയാണ്. ഇറാൻ അതിനെ കണ്ടീഷണലായി കാണുകയാണ്. നാളുകളിൽ ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല കൂടി ഇറാനുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കി അങ്ങ് പിരിയുന്നു. നാളെ വീണ്ടും ആക്രമണം ഉണ്ടെങ്കിൽ എന്ത് ഉറപ്പാണുള്ളത്? രണ്ടു പക്ഷവും അവർക്ക് രണ്ടു പേർക്കും ദേ ഷുഡ് ബി ഹാവിങ് സംതിങ് ടു ടേക്ക് ബാക്ക് ഹോം. അമേരിക്കയ്ക്കും ചിലത് വേണം, ഇറാനും ചില ഉറപ്പുകൾ വേണം. രണ്ട് കൂട്ടർക്കും ഒരുപോലെ സ്വീകാര്യമാകാവുന്ന കാര്യങ്ങളിൽ ധാരണയെത്തുക. ഉപരോധം അവസാനിക്കുന്നതിലൂടെ ഇറാനെ നിഷ്പ്രയാസം റീബിൽഡ് ചെയ്യാനുള്ള, ഇറാനെ പുനഃസൃഷ്ടിക്കാനുള്ള പണം കണ്ടെത്താനാവും. ഇതൊക്കെയാണ് ക്രിയാത്മകമായ കാര്യങ്ങൾ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നിടത്ത് നിന്ന് അത് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്ന് ട്രംപ് ഓരോ തവണ പറയുമ്പോഴും അതിനെ ഖണ്ഡിക്കുകയാണ് ഇറാനും. യുദ്ധം അവസാനിക്കില്ല എന്നാണോ? അത് വലിയൊരു ചോദ്യമാണ്. യുദ്ധം അവസാനിക്കും എന്ന പ്രതീതി ജനിപ്പിച്ച് ഏറെ മുന്നോട്ട് പോകുന്നു. ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ഡീൽ സാധ്യമാകും എന്ന് പറയുമ്പോൾ, എന്ന് ചിന്തിക്കുമ്പോൾ, ആ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരമുണ്ടാകുമ്പോൾ നേരെ അടുത്ത നിമിഷം ഒരു മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയാണ്, ഇല്ല സമയമായിട്ടില്ല. സമാനമായ ഒന്ന് സംഭവിച്ചു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ കാര്യോപദേശക സമിതിയെ വിളിച്ചുകൂട്ടി സംസാരിച്ചതിന് തൊട്ടു മുൻപ് ട്രംപ് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കപ്പലുകൾ, ഹോർമൂസിൽ തങ്ങിക്കിടക്കുന്ന കപ്പലുകൾ പുറത്തേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ പെട്ടെന്ന് വിപണികളെല്ലാം ഉണർന്നു. വലിയ പ്രതീക്ഷയാണ്. പ്രതീക്ഷകളുടെ നമ്പുകൾ വാനോളം ഉയർന്നു. അപ്പോൾ എല്ലാം ശുഭമാവും എന്ന ചിന്തയാണ്. അതേസമയം മീറ്റിങ്ങിലെത്തി കണ്ടത് മറ്റൊരു ട്രംപിനെയാണ്. ട്രംപ് പറയുന്നു, ഇറാൻ ഉറപ്പുകൾ പാലിക്കുന്നില്ല, ഇറാൻ പിന്നാക്കം പോകുന്നു. ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറാൻ സഹകരിക്കുന്നില്ല എന്ന മട്ടിൽ, അല്ലെങ്കിൽ തിടുക്കം കൂട്ടേണ്ടതില്ല, കരാറിൽ എത്തിച്ചേരാൻ തിടുക്കം കൂട്ടേണ്ടതില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇറാൻ ഇവിടെ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഇറാൻ്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ, $12 ബില്യൺ വരും. പലയിടങ്ങളിലായി മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ, അത് തിരിച്ചു കൊടുക്കണം. ന്യായമായ ആവശ്യമാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് ഒറ്റയടിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായി തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ആ കാര്യത്തിൽ ധാരണയായിട്ടില്ല. 2, ഹോർമോസ് തുറന്ന് തരാൻ ഇറാൻ സമ്മതിച്ചിരിക്കുന്നു. ഇറാൻ പറയുന്നു അങ്ങനെയല്ലല്ലോ, കണ്ടീഷണലാണ്. തങ്ങൾക്ക് നേരെയുള്ള ഉപരോധം, നാവിക ഉപരോധം അവസാനിപ്പിച്ചാൽ ആ നിമിഷം ഹോർമൂസ് തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. അപ്പം ഇത് കണ്ടീഷണലാണ്. 3 പറയുന്നു, ട്രംപ് പറയുന്നു, ആണവ ഇന്ധനം, ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം, അത് പൂർണ്ണമായി റിലിങ്ക്വിഷ് ചെയ്യാൻ ഇറാൻ തീരുമാനിച്ചു. ഇറാൻ തങ്ങളോട് ആ ഒരു താല്പര്യം, ആ ഒരു തീരുമാനം പറഞ്ഞു. ഇറാൻ പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനമേ പറഞ്ഞിട്ടില്ല, തങ്ങൾ ആണവ സമ്പുഷ്ടീകരണവുമായി തുടരും. പക്ഷെ അതിൽ നിയന്ത്രണങ്ങൾ വരുത്താൻ തങ്ങൾ തയ്യാറാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറും എന്ന് പറഞ്ഞിട്ടില്ല. ഇനി കൈമാറിയാൽ തന്നെ ട്രംപ് പറയുന്നത്, കൈമാറിയാൽ അതിന് പകരമായി സമാധാനം ഇല്ല, അതൊരു കണ്ടീഷനേ അല്ല. അപ്പം ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറിയാൽ പോലും അത് ഡീലിൻ്റെ ഭാഗമേ അല്ല. അത് ഇറാൻ്റെ ലോങ് ടേം ഒബ്ലിഗേഷനായി അമേരിക്ക എണ്ണുകയാണ്. ഇറാൻ അതിനെ കണ്ടീഷണലായി കാണുകയാണ്. തങ്ങൾ ആണവ ഇന്ധനം കൈമാറിയാൽ തങ്ങൾ സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന 60% സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന 440ഓളം കിലോഗ്രാം യുറേനിയം, അത് ഏതെങ്കിലും ഒരു അയൽ രാജ്യത്തേക്ക്, ചൈനയിലേക്കോ റഷ്യയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ ഇടത്തേക്കോ മാറുകയോ അല്ലെങ്കിൽ ഭാഗികമായി നിർവീര്യമാക്കുകയോ ചെയ്ത് സുരക്ഷിതമായി IAEAയുടെ ഇൻസ്പെക്ഷനോടുകൂടി സൂക്ഷിച്ചാൽ അത് ഒരു വലിയ ഉറപ്പല്ലേ? ഈ ഉറപ്പ് അമേരിക്ക സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പം അവിടെയും സമാധാന ചർച്ച അവിടെയും തട്ടിത്തകരുകയാണ്. 4 കാര്യം, ഇതിനേക്കാൾ പ്രധാനമായി ഇറാൻ കാണുന്നത്, ഇറാൻ്റെ പ്രോക്സിയായ ഹിസ്ബുള്ളായ്ക്കെതിരെ എന്ന മട്ടിൽ ഇസ്രയേൽ നിരന്തരമായി നടത്തുന്ന ആക്രമണമാണ്. അതിപ്പോഴും തുടരുന്നു, ഈ നിമിഷവും അത് തുടരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നൊരു വാർത്തയനുസരിച്ച്
ഒരു കുടുംബത്തിലെ ഒരു സിറിയൻ വംശജരായ തെക്കൻ ലെബനനിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ 8 പേര് ഇസ്രായേലി ബോംബാക്രമണത്തിൽ, ഇസ്രായേലി വിമാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. ആ പ്രദേശം മുഴുവൻ തന്നെ, ഈ തെക്കൻ ലെബനൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇസ്രായേൽ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 18 വർഷത്തോളം ഇസ്രായേലിൻ്റെ കൈവശം പണ്ട് 80കളിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അത് വീണ്ടും കൈവശപ്പെടുത്തി ഇരിക്കുകയാണ്. അതിനെ ഒരു ബഫർ സോണായിട്ട് മാറ്റാൻ ഇസ്രായേലിന് ചിന്തിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ അന്തിമ ഡീലിൻ്റെ ഭാഗമായി ലെബനന് നേരെ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന ഇറാൻ്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല. അപ്പോൾ പിന്നെ ധാരണയായി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ട്രംപ് തന്നെയാണ് പറയുന്നത് ധാരണയായി എന്ന്. ഇറാൻ ഒന്നും തന്നെ ധാരണയായി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്താണ്? ഇറാൻ നമ്മളൊരു സജഷൻ വെച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യാൻ ഏറെ സമയമെടുക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വേവോളം നിന്നാൽ 6 വോളം നിൽക്കരുതോ എന്നൊരു ചിന്ത സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ഇത്ര കാലം അമേരിക്കൻ ആക്രമണത്തെയും ഉപരോധത്തെയും അതിജീവിച്ച് ഇറാൻ നിലനിന്നു. അതുകൊണ്ട് കുറച്ചുകൂടി നിന്ന് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ തങ്ങൾക്ക് പൂർണ്ണമായ സറണ്ടർ ഉണ്ടാകാത്ത രീതിയിൽ ഇറാൻ്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട്, ഇറാൻ്റെ റിസോഴ്സ് സംരക്ഷിച്ചുകൊണ്ട് ആകമാനം നാളുകളിൽ ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല കൂടി ഇറാനുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കി അങ്ങ് പിരിയുന്നു. നാളെ വീണ്ടും ആക്രമണം ഉണ്ടെങ്കിൽ എന്ത് ഉറപ്പാണുള്ളത്? അതുകൊണ്ട് ശാശ്വതമായ ഉറപ്പുകൾ ചോദിച്ചു വാങ്ങുകയാണ് ഇറാനും വേണ്ടത്. അപ്പം ഇതൊക്കെ എങ്ങനെ നിൽക്കെ ഇപ്പം അടുത്തടുത്ത് വന്നു അലഭ്യ ലഭ്യശ്രീ എന്ന് പണ്ട് ഏതോ സിനിമയിൽ കേട്ട ഡയലോഗ് ഓർത്തു പോവുകയാണ്. കിട്ടും കിട്ടും, ഇപ്പോൾ ലഭിക്കും, പക്ഷെ ഒരിക്കലും ലഭ്യമാകാതെ പോകുന്ന രീതിയിൽ ഒരു ഡീൽ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെ പ്രധാനമായി 3 കാര്യങ്ങളാണ് ധാരണാപത്രത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഇറാൻ ആവശ്യപ്പെടുന്നത്. ഒന്ന്, വിദേശത്തെ ഫണ്ടുകൾ മരവിപ്പിച്ചത് പുനഃസ്ഥാപിക്കൽ. രണ്ടാമത്തേത്, യുദ്ധത്തിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ഫണ്ടിന്റെ കാര്യത്തിൽ. മൂന്നാമത്തേത്, ഉപരോധത്തിൽ ഇളവ് വരുത്തുക എന്നതുമാണ്. ഈ 3 കാര്യത്തിലും തീരുമാനമായാൽ അന്തിമ ധാരണയിൽ എത്തുമെന്നാണ് ഇറാൻ അധികൃതർ നൽകുന്ന വിവരം. പക്ഷേ ഇതിന് ട്രംപ് വഴങ്ങുന്നുമില്ല. ഇറാനുമായി അമേരിക്ക നല്ലൊരു കരാറിന് അരികെയെന്ന് ആവർത്തിക്കുമ്പോൾ കരാർ അമേരിക്കയ്ക്ക് ഗുണകരമല്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. മധ്യസ്ഥ ചർച്ചകളും വിജയം കാണുന്നില്ല എന്നാണോ? ലോകത്ത് ഒരു കരാറും ഏകപക്ഷീയമാവാൻ പാടില്ല. ഏകപക്ഷീയമായി എത്തിച്ചേരുന്ന കരാറുകൾ ഒരിക്കലും നിലനിൽക്കില്ല. 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച കരാർ ഏകപക്ഷീയമായിരുന്നു. വിന്നർ ടേക്സ് ഇറ്റ് ഓൾ എന്നതായിരുന്നു പ്രമാണം. 2-ാം ലോകമഹായുദ്ധത്തിലേക്ക് വലിച്ചഴച്ചത് 1-ാം ലോകമഹായുദ്ധത്തിലെ കരാറിൻ്റെ പോരായ്മകളാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, 2 പക്ഷവും അവർക്ക് 2 പേർക്കും ദേ ഷുഡ് ബി ഹാവിങ് സംതിങ് ടു ടേക്ക് ബാക്ക് ഹോം. അമേരിക്കയ്ക്കും ചിലത് വേണം, ഇറാനും ചില ഉറപ്പുകൾ വേണം. 2 കൂട്ടർക്കും ഒരുപോലെ സ്വീകാര്യമാകാവുന്ന കാര്യങ്ങളിൽ ധാരണയെത്തുക, ധാരണയെത്താനാവാത്ത കാര്യങ്ങളിൽ ഭാവിയിൽ ധാരണയെത്താമെന്ന പ്രതീക്ഷയോടുകൂടി പിരിയുക. അതുമാത്രമാണ് ചെയ്യാനാവുന്നത്. പൂർണ്ണമായും അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് പിടിച്ചു കെട്ടി ഒരു ഡീലിൽ എത്തിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ ഡീൽ എത്തിച്ചേരാമായിരുന്നു. അതേപോലെ തന്നെ ഇറാൻ ആഗ്രഹിക്കുന്ന രീതിയിലും ഡീലിലെത്താൻ പൂർണ്ണമായും അത് സാധിക്കില്ല. 2 കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. ഇനിയാണ് ഇതിലെ 3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഈ 3 കാര്യങ്ങളും തർക്കവിഷയങ്ങൾ തന്നെയാണ്. ഇത് 3ൻ്റെയും കോമൺ ത്രെഡ് സാമ്പത്തികമാണ്. ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 കാര്യവും. ഒന്ന്, വിദേശത്തുള്ള ആസ്തികൾ. അത് കാലാകാലങ്ങൾ 1979 മുതലുള്ള കാര്യങ്ങളാണ്, ഇപ്പോഴെങ്ങും ഉള്ളതല്ല. അതൊക്കെ ഇറാൻ്റെ ആസ്തി മറ്റൊരു രാജ്യത്തെ അമേരിക്കയുടെ പ്രേരണപ്രകാരം പിടിച്ചു വച്ചിരിക്കുന്നത് ധാർമ്മികമല്ല. ഒരു രാജ്യത്തിൻ്റെയും ആസ്തികൾ മറ്റൊരിടത്ത് പിടിച്ചു വച്ചിരിക്കുന്നത്, ഇപ്പം സൈനികമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. അതല്ലല്ലോ, ഇത് സാമ്പത്തിക ആസ്തികളാണ്. ബാങ്കുകളിലുള്ള തുക മരവിപ്പിച്ചിരിക്കുകയാണ്, ആസ്തികൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അത് റിലീസ് ചെയ്യണമെന്ന് ഇറാൻ പറയുന്നതിൽ പൂർണ്ണമായ ന്യായമുണ്ട്. അത് സാമ്പത്തികമായ കാര്യമാണ്. അതിൽ ഒരു ധാരണ എത്തിച്ചേരാവുന്നതില്ല. ഇതൊക്കെ വളരെ ചെറിയ തുകയാണ്, ഭീമമായൊരു തുകയൊന്നുമല്ല. $12 ബില്യൺ വർത്താണ്. അതൊരു തീരെ വലിയ തുകയൊന്നുമില്ല. ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൺസെഷൻ ലഭിക്കുന്നത് ഒരു സിംബോളിക് ഒരു നേട്ടമാണ്. അല്ലാതെ ഈ $12 ബില്യൺ ലഭിക്കുന്നതോട് ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി അങ്ങ് മെച്ചപ്പെടും എന്നൊരു ധാരണയൊന്നും ഇറാനിയൻ നേതൃത്വത്തിനുമില്ല. പക്ഷെ ഒരു ഗുഡ് വിൽ ജസ്റ്റർ എന്ന നിലയിൽ അതാകാമായിരുന്നു. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ്.
ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിച്ചെങ്കിൽ മാത്രമല്ലേ ഇറാന് എണ്ണ വിൽക്കാനാവൂ. എണ്ണ വിറ്റെങ്കിൽ മാത്രമല്ലേ അവരുടെ വീടുകളിൽ തീ പുകയൂ, എങ്കിലല്ലേ വിദേശ നാണ്യം ലഭിക്കൂ, അല്ലെങ്കിൽ വരുമാനം ലഭിക്കൂ. അപ്പോൾ ഇറാൻ്റെ സമ്പത്ത് അത് എണ്ണയാണ് പ്രധാനമായും. അത് വിൽക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. വലിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നെ സംഭവിക്കുക പൊട്ടിത്തെറിക്കുക എന്നതാണ്. പൊട്ടിത്തെറിച്ചാൽ സംഭവിക്കുന്നത് ഇവിടെ എങ്ങും ആരും പിടിച്ചാൽ കിട്ടില്ല. അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ത്രട്ടൊന്നുമല്ല, ആത്യന്തികമായി ലോകത്തിനൊരു ഭീഷണിയാകും. തീവ്രവാദികളുടെ ഈറ്റില്ലമായി മാറും. അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ, ഇറാഖിൽ സംഭവിച്ചതുപോലെ, സിറിയയിൽ സംഭവിച്ചതുപോലെ ഇറാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി വരാനുള്ള സാധ്യതയുണ്ട്. പല മലേഷ്യയുടെ കയ്യിലേക്കും പോകും. അതാണോ അമേരിക്ക ആഗ്രഹിക്കുന്നത്? ഇറാൻ പറയുന്നത് തങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, തങ്ങളുടെ വിഭവങ്ങൾ വിൽക്കണം, അതുകൊണ്ട് തങ്ങൾക്ക് നേരെയുള്ള ഉപരോധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം. ഉപരോധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇപ്പോൾ ഹോർമോസ് ഉപരോധം മാത്രമൊന്നുമല്ല ഉപരോധം. ഇറാന് നേരെ സർവത്ര ഉപരോധങ്ങളാണ്. ഇറാനുമായി ഇടപെടുന്ന രാജ്യങ്ങൾക്ക് നേരെ ഉപരോധം എന്ന് വേണ്ട ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സാങ്ഷൻസ് ആണ്, എംബാർഗോ ആൻഡ് സാങ്ഷൻസ്. ഇത് അവസാനിപ്പിച്ചെങ്കിലേ മതിയാകൂ. അതുമാത്രമല്ല, ഇറാൻ നീഡ്സ് ടു ബി റീബിൽഡ്. ഇപ്പോൾ പല അടിസ്ഥാന സൗകര്യങ്ങളും താറുമാറായിരിക്കുകയാണ്. അതൊന്ന് പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പറയുന്ന ചുങ്കം പിരിക്കുന്നു എന്ന് പറയുന്നത്. അത് ന്യായമാണെന്ന അഭിപ്രായം എനിക്കില്ല. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നിർബന്ധപൂർവ്വം ചുങ്കം പിരിക്കണമെന്നത് ന്യായമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിന് പിന്നിൽ ഇറാൻ ഒരു ന്യായം കണ്ടെത്തുന്നുണ്ട്. അത് ലോജിക്കലാണ്. എന്തുകൊണ്ടാണ്? തങ്ങൾക്ക് മറ്റു വരുമാന മാർഗങ്ങളില്ല, തങ്ങളുടെ എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതിലേ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ അനുവാദം കൊടുക്കാം, നിശ്ചിത തുക ചുങ്കമായി ഏൽപ്പിച്ച് പോകാം. ആ വരുമാനം, ഒരു രാജ്യത്തിന് വരുമാനം ഉണ്ടാകണമല്ലോ. ഈ വരുമാന സ്രോതസ് എന്ന നിലയിൽ കാര്യങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് റീബിൽഡ് ഇറാൻ എന്നത് ഇറാന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഡീലിൻ്റെ ഭാഗമായി അമേരിക്ക പണം മുടക്കി ഇറാനെ പുനർനിർമ്മിക്കാൻ ഒന്നുമുള്ള തീരുമാനം ഒരിക്കലും എത്തില്ല. പക്ഷേ ഇറാൻ ആസ്തികളുണ്ടല്ലോ, ആസ്തികൾ റിലീസ് ചെയ്യുന്നതിലൂടെ, ഇറാൻ കടത്തുകൂലിയൊന്നും ഇല്ല എങ്കിൽ പോലും ഇറാൻ്റെ എണ്ണ വിൽക്കുന്നതിലൂടെ, ഉപരോധം അവസാനിക്കുന്നതിലൂടെ ഇറാനെ നിഷ്പ്രയാസം റീബിൽഡ് ചെയ്യാനുള്ള, ഇറാനെ പുനഃസൃഷ്ടിക്കാനുള്ള പണം കണ്ടെത്താനാവും. ഇതൊക്കെയാണ് ക്രിയാത്മകമായ കാര്യങ്ങൾ. അപ്പോൾ ചില ഉറപ്പുകളാണ്. ഇപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇറാൻ, ഉപരോധം കാരണം നട്ടം തിരിയുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഇറാൻ ജനതയ്ക്ക് അത് വലിയ ആശ്വാസമാണ്. ഇങ്ങനെയുള്ള ഗുഡ് വിൽ മെഷേഴ്സ്, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത് അമേരിക്കയുടെ യുദ്ധപ്രഖ്യാപനം ഇറാനോടാണോ അതോ ഇറാനിയൻ ജനതയോടാണോ എന്ന് മാറി നിന്ന് നിഷ്പക്ഷമായി ഇത് കാണുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇറാൻ എന്നാൽ ഇറാനിയൻ ജനത എന്നാണ് അർത്ഥം. ആ ജനതയുടെ ഭരണകൂടത്തിന് ചില പിഴവുകൾ പറ്റാം, ചില അമേരിക്ക വിരുദ്ധ നിലപാടുകൾ എടുത്തിരിക്കാം, ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ എടുത്തിരിക്കാം. അത് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, പ്രശ്നങ്ങളുണ്ടായെങ്കിൽ. പക്ഷേ ഇറാൻ ജനത കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസരങ്ങൾ, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം അർഹിക്കുന്നു. അതുകൊണ്ടാണ് കരാറിലെത്തണം, സമാധാനം ഉണ്ടാകണം, ആ പ്രദേശത്തിനാകമാനം സമാധാനം പുലരാൻ തക്ക ഒരു അന്തരീക്ഷം ഉണ്ടാവണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തൊടുന്യായങ്ങൾ നിരത്തിക്കൊണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈഗോ നിലനിർത്താൻ വേണ്ടിയും ഈ ലോകത്തെ മുഴുവൻ മുൾമുനയെ നിർത്തുകയും ഗൾഫ് മേഖലയെ മുഴുവൻ ബന്ദിയാക്കി നിർത്തുകയും ഇറാൻ ജനതയെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കുകയും ചെയ്യുന്ന നിലപാട് ശരിയല്ല, ധാർമ്മികമല്ല, അധാർമികമാണ് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സാർ, മറ്റൊരു കാര്യമുള്ളത്, അമേരിക്കയുടെ ഏറ്റവും വിലപിടിച്ച ഡ്രോൺ MQ-9 റീപ്പറിനെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 തവണയാണ് ഇറാൻ ആക്രമിച്ചത്. ഈ ഡ്രോണിനെ ലക്ഷ്യമിട്ട് പ്രത്യേക പ്രതിരോധ സംവിധാനം തന്നെ ഇറാൻ വികസിപ്പിച്ചിട്ടുമുണ്ട്. യുദ്ധം നീണ്ടുപോകും എന്ന തിരിച്ചറിവിലാണോ ഒരു സ്ഥിരം സംവിധാനം തയ്യാറാക്കിയത്? അമേരിക്ക ഉപയോഗിക്കുന്ന വിവിധ തരം ഡ്രോണുകളിൽ സാമാന്യം വിലപിടിപ്പുള്ള ഡ്രോൺ സംവിധാനമാണ് MQ-9. അത് നിരീക്ഷണ പറക്കലുകളാണ്. ഏറെ താഴ്ന്നു പറന്ന് അധിക വേഗത്തിലല്ലാതെ പറന്നുകൊണ്ട് ഇറാനിയൻ ടെറൈനിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി മൂവ്മെൻറ്റിൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സർവൈലൻസ് നടത്തുക, രഹസ്യ വിവരങ്ങൾ കൈമാറുക. ഇതൊക്കെയാണ് MQ-9ൻ്റെ ചുമതല. ഏതാണ്ട് 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ഡോളർ ചെലവുള്ള സാമാന്യം വില കൂടിയ ഡ്രോൺ സംവിധാനമാണ്. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ആർച്ചർ അല്ലേ, അതാണ് പുതിയ ഒരു ആൻറ്റി ഡ്രോൺ മിസൈലാണ്. അപ്പോൾ അത് റോക്കറ്റ് പോലെയാണ്.
അത് ഒരു മൊബൈൽ ലോഞ്ച് പാഡിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് ലോഞ്ച് ചെയ്യാവുന്ന ചിലവ് കുറഞ്ഞ ഈ ഡ്രോൺ വേധ റോക്കറ്റാണ് അല്ലെങ്കിൽ മിസൈലാണ് ഈ പറയുന്ന അർഷ്. ഈ അർഷ് എന്ന് പറയുന്ന മിസൈൽ വിജയകരമായി ഇറാൻ ഇദം പ്രഥമമായി പരീക്ഷിച്ചു. അമേരിക്കയുടെ ക്ലെയിം എന്ന് പറയുന്നത് ഇറാൻ്റെ വ്യോമ മേഖല പൂർണ്ണമായി സുരക്ഷിതമാണ്, വ്യോമ പ്രതിരോധം ഇല്ല. ഇപ്പം റഷ്യ നൽകിയ S-400 300 അതൊക്കെ തീർന്നു കഴിഞ്ഞു. ഇറാന് ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളില്ല. നിർബാധം ഇറാൻ്റെ ഭൂമിക്ക് മുകളിലൂടെ പറന്നുകൊണ്ട് അമേരിക്കൻ വിമാനങ്ങൾക്ക് ബോംബ് വർഷം നടത്താം. ഡ്രോണുകളെ വെടിവെച്ചിടാൻ തക്ക രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ വരികയാണ്. ഇറാൻ്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച്, ആക്രമണ മിസൈലുകളെക്കുറിച്ചും പ്രതിരോധ മിസൈലുകളെക്കുറിച്ചും മാത്രമായി ഒരു പങ്ക്തി ഞാൻ ചെയ്തിരുന്നതാണ്. അത് പ്രേക്ഷകർ ഓർക്കുമല്ലോ. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതലായി ഞാൻ പറയുന്നില്ല. ആഴ്സണലിനെ കുറിച്ച് കൂടുതലായി പറയുന്നില്ല. ഈ MQ-9 എന്ന കാര്യം എന്നോട് സൂചിപ്പിച്ചത് കൊണ്ട് പറയുകയാണ്. ഇത് വളരെ ചിലവേറിയൊരു കാര്യമാണ്. അത് വെടിവെച്ചിടാൻ അല്ലെ അത് താഴ്ത്തി കൊണ്ടുവരാൻ ഒക്കെ ഇറാന് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് കൺഫേംഡ് ആണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ അത് സ്ഥിരീകരിക്കുന്നുവെങ്കിലും അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സൂചനകൾ ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത് വലിയ സംഭവമാണ് എന്നല്ല, പക്ഷേ ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന കാര്യം എന്താണ്? ഇപ്പോഴും ഇറാൻ നിരന്തരം ഈ വ്യോമ പ്രതിരോധത്തിനുള്ള ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ അവലംബിക്കുന്നു. അമേരിക്കയുടേത് ചിലവേറിയ യുദ്ധമാണ്, വളരെ വലിയ ചിലവുള്ള യുദ്ധമാണ്, വളരെ സാങ്കേതിക വിദ്യ വേണ്ടിയ ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ തന്നെയാണ്. അത് നഷ്ടപ്പെടുകയും ഇറാൻ്റേത് വളരെ ചിലവ് കുറഞ്ഞ പ്രതിരോധ മാർഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇക്കോണമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കോണമൈസ് ചെയ്യുക. സാമ്പത്തികമായി ഞെരുങ്ങിയ ഇറാൻ തങ്ങളാലാവുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒരു ലോങ് ടേം വാർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഇക്കോണമിയെ പോലും ബാധിക്കുന്ന, അമേരിക്കയുടെ ജനങ്ങളുടെ ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഒന്നായി മാറുമ്പോൾ ഇറാൻ ഇപ്പോൾ തന്നെ മുണ്ട് മുറുക്കി കൊടുത്ത ടൈറ്റ് സ്ക്വീസിലാണ്. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകും എന്ന മട്ടിലാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന ചിന്ത പാശ്ചാത്യ ലോകത്ത് പ്രബലമാകുന്നത് ഇറാൻ്റെ റെസിലിയൻസ്, ഈ ചെറുത്തുനിൽപ്പ്, ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് പോലും മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇറാന് കഴിയും. ദീർഘമായി ഉപരോധം നീണ്ടുപോയാലും യുദ്ധം അനന്തമായി നീണ്ടുപോയാലും ഇറാൻ ഈ രീതിയിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ, ഇപ്പോഴും സൂചന കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ കളി മാറുമെന്ന് തന്നെയാണ്. അതിനർത്ഥം അമേരിക്ക ഇന്നല്ലെങ്കിൽ നാളെ, സൂണർ ലേറ്റർ റാദർ ദാൻ ലേറ്റർ, ഒരു കരാറിന് വഴങ്ങും. ഇത് ആർക്ക് വഴങ്ങി എന്നതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കരാറിൽ എത്തിച്ചേരാൻ അമേരിക്ക നിർബന്ധിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അധികം സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഇറാൻ പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അധികകാലമൊന്നും ട്രംപിനും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് താങ്കൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉടൻ ഒരു കരാർ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.